ഹായ്, ഇത് കണ്ടോ? അടിപൊളി ഒരു അവിയലാണേ, നല്ല നാടൻ അവിയൽ. അപ്പം ഞാൻ അതുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കാണിക്കാം. കണ്ടോ, നാടനാകുമ്പോൾ നാടൻ രീതിയിൽ അങ്ങ് അരിഞ്ഞു വെച്ചു. സാധനങ്ങളൊക്കെ കണ്ടോ? മാങ്ങ, പടവലങ്ങ, മുരിങ്ങയ്ക്ക, അച്ചിങ്ങാപ്പയർ, പിന്നെ പച്ചമുളക്, ചക്കക്കുരു, ചക്ക, ക്യാരറ്റ്, ചേമ്പ്, ഇത്രയും സാധനം ഇടുന്നുള്ളൂ, അല്ലാതെ കിഴങ്ങൊന്നും ഇടുന്നില്ല. പിന്നെ നമ്മുടെ പച്ചച്ചീര. അപ്പം ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി വെള്ളവും ഒഴിച്ച് വേവിക്കാം, അടച്ച് വെച്ച്. കാരണം കുറച്ച് വെള്ളം മതി, ഒത്തിരി വേവുള്ള സാധനം ഇല്ല, ചേനയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. പിന്നെ ഞാൻ 273 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എനിക്ക്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. ഒരു മാസം കൊണ്ടൊക്കെ 1000, 1500 ആവുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു 273. പക്ഷേ എന്നാലും ഞാൻ പറയുക, പിന്നെ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഫേസ്ബുക്കിലൊക്കെ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എന്നെക്കാട്ടി നല്ല സൂപ്പർ വീഡിയോകളും സൂപ്പർ ചാനലുകാരും ഓരോന്നും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഞാൻ വായിക്കും. എനിക്ക് പേടിയാണ്. നമുക്കൊക്കെ ആകെ ഇച്ചിരിയും കാര്യം മതി. പിന്നെ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പേടിച്ചാണ് ഞാൻ ഫേസ്ബുക്കിൽ കൊടുക്കാത്തത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ചാനലിൻ്റെ പോരായ്മയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ പോട്ടെ, യൂട്യൂബിൽ പോട്ടെ. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ അത് തുടങ്ങണം. അപ്പം നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് ഞാൻ ഇളക്കിയിട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ചക്കയും അരിഞ്ഞു വെച്ച മാങ്ങയും പിന്നെ നമ്മുടെ ചീരയിലയും കൂടി ഇട്ട് ഉപ്പൂടിട്ട് ഒന്നുകൂടെ ആവി കയറ്റി വേവിക്കാം. അപ്പം ഞാൻ ഇന്നലെ ചക്ക വേവിച്ചായിരുന്നേ. അപ്പം ഞാൻ അന്നേരം ഫ്രിഡ്ജിലെടുത്ത് ചക്ക വെച്ചിരുന്നതാണ് അവിയൽ വെക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ പൊതിക്കൊരു കൂട്ടാനും ആവും, നമുക്ക് ഒരു നാടൻ അവിയലും ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കട്ടെ. അപ്പോൾ ദേ ആ ഉപ്പിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിച്ചു, എല്ലാം ഒന്ന് ഇളക്കി. ഇത് കണ്ടോ, ഞാൻ അവിയലിന് കൊച്ചുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ, അതായത് കൊച്ചുള്ളി ചതച്ച് കറിവേപ്പിലയും കൂടി ഇടികല്ലേ വെച്ച് ചതച്ചിട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ കഷ്ണത്തിൻ്റെ നടുക്കോട്ട് വെച്ചങ്ങ് വേവിക്കും. ഞാൻ അരപ്പിൻ്റെ കൂടെ ചതയ്ക്കത്തില്ല കൊച്ചുള്ളി. അരപ്പ് ജീരകവും തേങ്ങയും പച്ചമുളകും അത് ചതച്ച് വേണ്ടേ, അതുകൂടെ നമുക്കൊരു കുഴി കുഴിച്ച് അതിനകത്തോട്ട് വെച്ച് തത്തിപ്പൊത്തി വേവിക്കാം കേട്ടോ. കണ്ടോ, അരപ്പ് ഒന്ന് ചൂടാവട്ടെ, അരപ്പിൻ്റെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറട്ടെ. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, വെള്ളമില്ലേ, ഒട്ടും വെള്ളമില്ല. അപ്പം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഇച്ചിരി ധാരാളം ഉണ്ട് കേട്ടോ, ഉള്ളിയുടെ കൂടെ ഉണ്ട്. അല്ലാതെ ഇപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇളക്കി നന്നായിട്ട് അരപ്പും എണ്ണയും ഒക്കെ യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ആ മാങ്ങയുടെ പുളിയുണ്ട് കേട്ടോ, നല്ല പുളിയാണ്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.